നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് പ്രതിയെ പിടികൂടി അപ്പോൾ തന്നെ കുറച്ചധികം വിവരങ്ങൾ ഈ ഒരു പ്രതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കൊലപാതകം പ്രതി ഒറ്റയ്ക്ക് ചെയ്തതാണോ എന്ന ചോദ്യം തുടക്കം മുതൽ ശക്തമാണ്. പക്ഷെ ഇപ്പോൾ പോലീസിന്റെ സംശയം കൊലപാതകത്തിൽ മറ്റൊരാൾക്ക് കൂടി പങ്കുണ്ടോ എന്നതാണ്. അതായത് ഈ പ്രതിയുടെ തന്നെ സഹോദരനും ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കാരണം ഈ പ്രതി കോട്ടയത്തെത്തിയാണ് കൊലപാതകം നടത്തിയത്. അവിടെ നിന്ന് നേരെ പോയത് തൃശ്ശൂർ മാളയിലേക്കാണ്. മാളയിലെ ഈ അസം സ്വദേശികളൊക്കെ താമസിക്കുന്ന ഇടത്തെ അടുത്തുള്ള ഒരു കോഴി ഫാമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ മാളയിലേക്ക് പ്രതി പോയത് സഹോദരൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സഹോദരൻ്റെ ഒരു സഹായവും കൂടി ഈ ഒരു കൊലപാതകത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. നിലവിലെ സംശയം മാത്രമാണ്. അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. കോട്ടയം SP ഷാഹുൽ ഹമീദാണ് ഇപ്പോൾ ചില നിർണായക വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. മകന്റെ മരണവുമായി പ്രതികൾക്ക് പങ്കില്ല, അമിത്തിന് മാത്രമാണ് നേരിട്ട് പങ്കുള്ളത് എന്ന അടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും നിർണായകമായ മറ്റൊരു വിവരം മകന്റെ മരണവുമായി, അതായത് ഈ ദമ്പതികളുടെ മകൻ മരിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപേ. ആ ഒരു കേസിൽ മകൻ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നു. CBI അന്വേഷണം ഏറ്റെടുക്കുന്നു. ഈ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നതിനിടയിലാണ് ദമ്പതികളെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ, അതായത് മകന്റെ മരണവുമായി ദമ്പതികളുടെ മരണത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സംശയം വന്നിരുന്നു. പക്ഷേ ഈ ഒരു മകന്റെ മരണവുമായി പ്രതിക്ക് പങ്കില്ല. അതായത് ഈ ഒരു അമിത് ഇപ്പോൾ പിടികൂടിയ പ്രതിക്ക് മകന്റെ മരണവുമായി യാതൊരു പങ്കുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അമിതിന് മാത്രമാണ് നേരിട്ട് കൊലപാതകത്തിൽ പങ്കുള്ളത്. പ്രത്യക്ഷത്തിൽ അമിത് മാത്രമേ ഉള്ളൂ. പരോക്ഷമായി അതിൽ പിന്നിൽ നിന്ന് നയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഈ CBI സംഘം ഈ പ്രതിയെ ചോദ്യം ചെയ്യും, അമിതിനെ ചോദ്യം ചെയ്യും. കാരണം ഈ മറ്റ് കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദമ്പതികളെ കൊലപ്പെടുത്തിയ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് CBI സംഘവും പ്രതിയെ ചോദ്യം ചെയ്യുമെന്ന പ്രധാന വിവരവും പുറത്തു വരുന്നുണ്ട്. കോട്ടയത്തെ ഇരട്ട കൊലപാതക കേസിൽ പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ ബുധനാഴ്ച പുലർച്ചെയാണ് തൃശ്ശൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. അതിസാഹസികമായിട്ടാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ചെന്നെത്തിയത് ഒളിവിലുള്ള പ്രതിയിലേക്കാണ്. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന. ഇയാൾ നേരത്തെ വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു. ഈ സമയത്ത് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന യുവതി ഇയാളെ ഉപേക്ഷിച്ചു പോയി. ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനോട് പ്രതിക്കുണ്ടായിരുന്ന പക കൊലയ്ക്ക് കാരണമായിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ്. വളരെ സൂത്രശാലിയായിരുന്നു പ്രതിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 10ലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കലുണ്ടായിരുന്നു. പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറി ഇയാൾ ഉപയോഗിച്ചു. കൊലയ്ക്ക് ശേഷം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകൾ പ്രതി എടുത്തു. ഇതിലൊരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഫോൺ ഓൺ ചെയ്തതാണ് പ്രതിക്ക് വിനയായി മാറിയത്. അയാളെ പിടികൂടാൻ സഹായിച്ചതും അതുതന്നെയാണ്. ഫോണുമായി ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിരിക്കുന്നത് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഇയാൾ ഫോൺ ഓൺ ചെയ്തത്. എന്നാൽ ഇത് പോലീസിന് വലിയ രീതിയിലുള്ള ഒരു കച്ചിത്തുരുമ്പായി മാറി. ഉടനടി തന്നെ അന്വേഷണ സംഘം പ്രവർത്തിക്കുകയും പ്രതിയെ പിടിയിലാക്കുകയും ചെയ്തു. ആദ്യഘട്ടം ചോദ്യം ചെയ്യൽ നടത്തി പ്രതി കുറ്റകൃത്യം സമ്മതിച്ചതായാണ് കിട്ടുന്ന വിവരം. എന്തിനായിരുന്നു ക്രൂര കൊലപാതകം നടത്തിയത് എന്ന വിവരമാണ് പോലീസ് പ്രതിയിൽ നിന്നും തേടുന്നത്. വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ അമിത് ഒറാങ് 3 വർഷത്തോളം സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു. ഇതേ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ യുവതി വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നു. അമിതും യുവതിയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത്. നിയമപരമായി വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും യുവതി തന്റെ ഭാര്യയായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഇതിനിടെയാണ് വിജയകുമാറിന്റെ പരാതിയെ തുടർന്ന് മോഷണക്കേസിൽ അമിത് അറസ്റ്റിലാകുന്നത്. 5 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. ഈ സമയത്ത് അമിതിനെ ഉപേക്ഷിച്ച് യുവതി തിരികെ പോയതായാണ് വിവരം. തന്റെ കുടുംബം നശിപ്പിച്ചതിനു പിന്നിൽ വിജയകുമാറും ഭാര്യയുമാണെന്ന് കരുതിയായിരിക്കാം ക്രൂര കൊലയെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ആയിരിക്കുന്നത്. കൊലപാതകം നടത്തി 24 മണിക്കൂർ തികയുന്നതിനു മുൻപ് തന്നെ പോലീസ് പ്രതിയെ പിടികൂടിയെന്നതും ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായി മാറിയിരിക്കുകയാണ്. തൃശ്ശൂരിലെ മാളയ്ക്കടുത്തുള്ള കോഴി ഫാമിൽ ഒളിവിലായിരുന്നു ഇയാൾ. ബസ്സിലായിരുന്നു കോട്ടയത്ത് നിന്ന് ഇയാൾ തൃശ്ശൂരിലെത്തിയതെന്നാണ് വിവരം. കോഴി ഫാമിലുള്ള മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്.
ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചത് നഗരത്തിലെ ഒരു ലോഡ്ജിലായിരുന്നു. ഇതിനിടയിൽ പലതവണ വിജയകുമാറിന്റെ വീടിന്റെ പരിസരത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു. തിങ്കളാഴ്ച രാവിലെ ലോഡ്ജിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തു. വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. രാത്രിയോടെയാണ് കൊലപാതകം നടത്താൻ പോയത്. ലോഡ്ജിൽ നിന്ന് അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങളടക്കം കിട്ടിയിട്ടുണ്ട്. വിജയകുമാറിനെയും ഭാര്യ മീരയും കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിതിൻ്റെതെന്ന് തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അമിത് മോഷണക്കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്യുകയാണ്. വീടിന്റെ കതകിലും വീടിനുള്ളിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരുടെ വിശദമായ പരിശോധനയിലാണ് ഇത് സ്ഥിരീകരിച്ചത്. ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമെന്നാണ് വിലയിരുത്തൽ. കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങൾ ആസൂത്രണം നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതിക്രൂരമായിട്ടാണ് പ്രതി കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഈ കൊലപാതക ശേഷം വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന അതിന്റെ ദൃശ്യങ്ങളിലേക്ക്.